ഡോക്ടർ മോഹൻ വർഗീസ്, എന്തായാലും ഇപ്പോൾ നുണക്കഥകൾ പൊളിയുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി തീർന്നിരിക്കുന്നു. ഷാഹിദ് അഫ്രീദി ആ പരിപാടിയിൽ പങ്കെടുത്തതെങ്ങനെ എന്നുള്ളത് അഫ്രീദി തന്നെ വ്യക്തമാക്കിയതിലൂടെ അപ്പോൾ നുണക്കഥകൾ പൊളിയുന്നു. ഭാരതത്തെ വെല്ലുവിളിച്ച ആളെ സ്വീകരിച്ച് ആനയിച്ച കാഴ്ച തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. ആസൂത്രിതമായൊരു നീക്കം തന്നെയായിരുന്നു എന്ന് തന്നെയല്ലേ ഏറ്റവും ഒടുവിലായി അനുമാനിക്കേണ്ടത്. ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം കൊച്ചിൻ യൂണിവേഴ്സിറ്റി അതായത് ക്യുസാറ്റ് അലുമിനി അസോസിയേഷൻ അല്ലെങ്കിൽ ബിടെക് അലുമിനി അസോസിയേഷൻ്റെ ഭാരവാഹികൾ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി തെറ്റായിരുന്നു എന്നതിൻ്റെ സ്ഥിരീകരണമാണ് ഖലീജ് ടൈംസിന് ഷാഹിദ് അഫ്രീദി നൽകിയ അഭിമുഖത്തിൽ തെളിയുന്നത്. അപ്പം ഷാഹിദ് അഫ്രീദി ഇതിൽ ഒരു രീതിയിലും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അദ്ദേഹം നടത്തുന്ന ഒരു ഫിറ്റ്നസ് ക്ലബ്ബാണ് പാഡ്, പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ്, അതിൽ നടത്തുന്ന ഒരു ഫിറ്റ്നസ് ക്ലബ്ബാണ്. ആ ക്ലബിലേക്ക് വരികയാണ്. അവിടെ മറ്റൊരു ചടങ്ങും സമാന്തരമായി നടക്കുന്നു. പാകിസ്ഥാൻ അസോസിയേഷൻ പാഡിൻ്റെ ഒരു പ്രമിസസിൽ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഒരു സംരംഭം നടക്കുകയാണ്. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അഫ്രീദി എത്തിയപ്പോൾ ഇവർ അഫ്രീദിയെ വിളിച്ചതല്ല, ഇരച്ചു കയറി അൺസോളിസിറ്റഡായി വന്നതാണ്. വിശദീകരണ കുറിപ്പിൽ അവർ പറഞ്ഞത് ക്യൂബ, അതായത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുമിനി അസോസിയേഷൻ, അതിനെ ക്യൂബ എന്നാണ് CUBAA, അവരുടെ വിശദീകരണത്തിൽ പറഞ്ഞത് ദേ മെയ്ഡ് എൻ എൻട്രി അൺസോളിസിറ്റഡ്. അത് നട്ടാൽ കുരുക്കാത്ത നുണയാണ് എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. ഷാഹിദ് അഫ്രീദി പറയുന്നു അദ്ദേഹത്തെ ക്ഷണിച്ചതാണ്, അവിടെ വന്നപ്പോൾ ആകസ്മികമായിട്ട് കണ്ടപ്പോൾ ക്ഷണിച്ചതാണ്, ക്ഷണിച്ച് ആനയിച്ച വേദിയിലേക്ക് കൊണ്ടുപോയതാണ്, ഉപഹാരം നൽകിയതാണ്, 2 വാക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം സംസാരിച്ചത്. ആ സംസാരം വളരെ വലിയ പുലിവാലായി മാറി. അഫ്രീദി തെറ്റൊന്നും ചെയ്തിട്ടില്ല. അഫ്രീദിക്ക് ക്ഷണം ലഭിച്ചു, അദ്ദേഹം പോയി സംസാരിച്ചു, മടങ്ങിപ്പോയി. പക്ഷേ ഔചിത്യ ബോധത്തിൻ്റെ ലെവലേശമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ മുൻ വിദ്യാർത്ഥികൾ അത് ചെയ്യുമായിരുന്നില്ല. ഒന്ന്, ഇവിടെ പാകപ്പിഴകൾ, താളപ്പിഴകൾ തുടങ്ങുന്നത് PAD ഹോൾ ബുക്ക് ചെയ്യുമ്പോൾ മുതലാണ്. ലാഭകരമായി ഹോൾ ബുക്ക് ചെയ്യാൻ കഴിയും. കഴിഞ്ഞ ആണ്ടിൽ ബുക്ക് ചെയ്ത അതേ ഹോളാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഇത് പാകിസ്ഥാൻ അസോസിയേഷൻ്റെ ഹോളാണ് എന്ന് മനസ്സിലാക്കണമായിരുന്നു. പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം സ്ഥിതിഗതികൾ വല്ലാതെ വഷളായി. അതുകൊണ്ട് ആ ഹോളിൻ്റെ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യുകയും മറ്റൊരിടത്തേക്ക് അലുമിനി അസോസിയേഷൻ്റെ ഈ കലാപരിപാടികൾ മാറ്റുകയും ചെയ്യാനുള്ള ഔചിത്യബോധം അവർ കാട്ടണമായിരുന്നു. അത് കാട്ടിയില്ല. അത് നമ്പർ 1 മിസ്റ്റേക്ക്. 2, ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുലും കടന്നു വരുന്നു. അവർ കടന്നു വരുമ്പോൾ അവരോടൊപ്പം ചേർന്ന് നിന്നൊരു സെൽഫി എടുക്കുന്നതോ അല്ലെങ്കിൽ ഓട്ടോഗ്രാഫ് വാങ്ങുന്നതോ വലിയ ബാധകമായി കാണാനാവില്ല. പക്ഷേ അവരെ ഔപചാരികമായി ക്ഷണിക്കുകയും അവസാന നിമിഷമാണെങ്കിൽ പോലും പ്രോഗ്രാം ഷീറ്റ് ഇല്ലായിരുന്നു, കാരണം മുൻധാരണ പ്രകാരമല്ല. അതുകൊണ്ട് ഇതിനകത്തൊരു ഗൂഢാലോചന ഉണ്ട് എന്ന് കരുതാനാവില്ല. പക്ഷേ ഔചിത്യബോധത്തിന് വലിയ കുറവുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ അവർ സംസാരിക്കുന്ന ഓരോ വാക്കും അതിൽ ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ ഉണ്ടാവാം, ഭാഗ്യത്തിനുണ്ടായില്ല എന്ന് കറക്റ്റാണ്. പക്ഷേ അത് പാകിസ്ഥാൻ ആഘോഷിക്കും. ഇത് മനസ്സിലാക്കാനുള്ള ഒരു മൂള ഉണ്ടാക്കണമായിരുന്നു, അതിനുള്ള ഒരു യുക്തി ഉണ്ടാക്കണമായിരുന്നു. അത് കൃത്യമായി പാകിസ്ഥാൻ്റെ മാധ്യമങ്ങൾ ഈ വാക്കുകൾ സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് ഇതാ ഇന്ത്യക്കാർ വളരെ സ്നേഹോഷ്മളമായ സ്വീകരണമാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾക്ക് നൽകിയത്, ഇന്ത്യൻ ജനത ഞങ്ങളോടൊപ്പമാണ്, ഇന്ത്യൻ സർക്കാരിനും ചില കുൽസിത ബുദ്ധികൾക്കുമാണ് പാകിസ്ഥാൻ വിരോധം. ഈ ആശയം പെരുമ്പറ കൊട്ടി പാകിസ്ഥാൻ ആഘോഷിച്ചു. അവിടെയാണ് ഭാരതത്തിന് ചെറിയ തോതിൽ മുഖം നഷ്ടപ്പെട്ടത്. അതിനുള്ള ക്ലാരിഫിക്കേഷൻ അഫ്രീദിയുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ ഇവിടെ വളരെ വലിയ പുലിവാലാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുമിനി അസോസിയേഷൻ പിടിച്ചിരിക്കുന്നത്. ഇനിയുള്ള ചോദ്യം, ഈ ഒരു അസോസിയേഷൻ്റെ പിന്നിൽ ആരെങ്കിലും കുൽസിത ബുദ്ധികൾ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഒരു ഇടത്ത് തീവ്ര വികാരമുള്ള ആരെങ്കിലും ഉണ്ടോ? തീവ്ര റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് മൈൻഡ് സെറ്റുള്ള ആരെങ്കിലും ഉണ്ടോ? ഇത് ഒരു ആകസ്മികമായി സംഭവിച്ചതിന് ഉപരിയായി 2-3 പേര് അത്യുത്സാഹം കാട്ടി സംഭവിച്ചതാണോ? അതോ കൃത്യമായ ആസൂത്രണത്തോടുകൂടി അഫ്രീദി അവിടെ വരുമെന്ന് അറിയാമായിരുന്നു, വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമ്മേളനത്തിൽ കൊണ്ടുവരാം, അങ്ങനെ അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇന്ത്യക്ക് അലോസരമുണ്ടാക്കും, അതുകൊണ്ട് ഇവർക്ക് തലയൂരി പോവുകയും ചെയ്യാം എന്ന ധാരണയാണ്
ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ വളരെ രൂക്ഷമായിട്ടാണ് അങ്ങനെ ഒരു കാര്യം കൈകാര്യം ചെയ്തതിനെ വിമർശിച്ചത്. അതുകൊണ്ട് വിശദീകരണക്കുറിപ്പ് അബദ്ധ പഞ്ചാംഗങ്ങളായി ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഈ രണ്ടുപേരുടെ പേരുകൾ എടുത്തു പറയുന്നില്ല. അതിന് ഞങ്ങളുടെ സംഘാടകർക്കോ അതിലെ അംഗങ്ങൾക്കോ ഇതിൽ യാതൊരു പങ്കാളിത്തവും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഷാഹിദ് അഫ്രീദി ഏതാണ്ട് വളരെ വലിയ തെറ്റ് ചെയ്തു, ഇരച്ചു കയറി വരികയായിരുന്നു, അതിക്രമിച്ച് കടക്കുകയായിരുന്നു, ആ മട്ടിലുള്ള വിശദീകരണങ്ങളാണ്. അപ്പോൾ ഈ തെറ്റുകളെല്ലാം അല്ലെങ്കിൽ അബദ്ധങ്ങളെല്ലാം ഒന്നൊന്നായി പൊയ്മുഖങ്ങളെല്ലാം അഴിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് രോഹിണി കണ്ടുകൊണ്ടിരിക്കുന്നത്.